നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. എടപ്പാൾ പഞ്ചായത്ത് സംഘടിപ്പിച്ച എടപ്പാൾ സാഹിത്യോത്സവം MTയുടെ അനുസ്മരണ പതിപ്പായി. സമാപന സമ്മേളനം പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്ത വിശദമായി. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്. ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടപ്പാൾ പഞ്ചായത്ത് 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച എടപ്പാൾ സാഹിത്യോത്സവം MT വാസുദേവൻ നായരുടെ അനുസ്മരണ പതിപ്പായി മാറി. സാഹിത്യോത്സവത്തിലുടനീളം MTയുടെ സമഗ്ര സംഭാവനകളെ വിലയിരുത്തലായിരുന്നു. പ്രദേശത്തെ 13 സ്കൂളുകളുടെ സ്റ്റാളുകൾ, MT കൃതികളുടെ പ്രദർശനങ്ങൾ, ഗ്രന്ഥശാലകൾ സംഘടിപ്പിച്ച പ്രദർശനങ്ങൾ, കുട്ടികളുടെ അവതരണങ്ങൾ, MTയുടെ സിനിമകൾ, തിരക്കഥകൾ, ഗാനങ്ങൾ എല്ലാം കൊണ്ടും സാഹിത്യോത്സവം MT സ്മൃതിയായി മാറി. സമാപന ദിവസമായ ശനിയാഴ്ച MTയുടെ നൊമ്പരം എന്ന വിഷയത്തിൽ ഡോക്ടർ KP മോഹന പ്രഭാഷണം നടത്തി. ഒരിക്കൽ എഴുത്തുകാരൻ്റെ മൗനം എന്നുള്ളത് പ്രത്യേകിച്ച് MTയെ സംബന്ധിച്ചിടത്തോളം MT വളരെ മൗനത്തിൻ്റെ ഒരാളാണ്. MT അതോടൊപ്പം സംസാരിക്കില്ല, വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, കുറച്ചു മാത്രം ചിരിക്കുന്ന, വളരെ ചെറിയ സൗഹൃദങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നൊക്കെയുള്ളൊരു പ്രശസ്തിയോ അല്ലെങ്കിൽ ഒരു പരിഭവമോ ഒക്കെ ആൾക്കാരുടെ ഇടയിൽ ഉയർന്നു കേൾക്കാറുണ്ട്. അത് MT വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്, കുറച്ച് മാത്രം ചിരിക്കുന്ന ആളാണ്. ശരി തന്നെയാണ്. അതെന്തുകൊണ്ട് എന്നുള്ളത് സംബന്ധിച്ച് MT തന്നെ ധാരാളം ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അത് രക്ഷാകവചമാണ് എന്ന് അദ്ദേഹം ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ തൻ്റെ സാഹചര്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള തൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും മൗനം MTയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിജയൻ കോതമ്പത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം A ദിനേശൻ സ്വാഗതവും KP അരുൺലാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെഷനുകളിൽ MTയുടെ സിനിമകൾ, തിരക്കഥകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ V മോഹനകൃഷ്ണൻ പ്രഭാഷണം നടത്തി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ MT ഇടപെട്ട പല മേഖലകളിൽ ഒന്നാണ് സിനിമ. അതേപോലെ അങ്ങനെ പറയുമ്പോൾ സിനിമയെക്കുറിച്ച് അങ്ങനെ സാമാന്യമായി പറഞ്ഞു പോകാനും കഴിയില്ല. MT 1-2 സിനിമ സംവിധാനം ചെയ്യുകയോ 1-2 തിരക്കഥകൾ എഴുതുകയല്ല ചെയ്യുന്നത്. മലയാള സിനിമയെ അടിമുടി മാറ്റി തീർക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളായിട്ടാണ് MTയെ നമ്മളെല്ലാവരും കാണുന്നത്. TV മുകുന്ദൻ അധ്യക്ഷനായി. VP വിദ്യാധരൻ സ്വാഗതം പറഞ്ഞു. കുട്ടിയടത്തി മുതൽ ദ്രൗപദി വരെ എന്ന വിഷയത്തിൽ ഡോക്ടർ EM സുരജ പ്രഭാഷണം നടത്തി. സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നോക്കാം. സ്ത്രീ പക്ഷത്തു നിന്ന് നോക്കുമ്പോഴും സ്ത്രീ വിരുദ്ധ പക്ഷത്തു നിന്ന് നോക്കുമ്പോഴും ധാരാളം തെളിവുകൾ അത് നമുക്ക് ലഭിക്കും. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പം നമ്മൾ MT എന്നുള്ള സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ ഒന്ന് കടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം അത് വസ്തുനിഷ്ഠമാകുമെന്ന് എനിക്കറിയില്ല. പലപ്പോഴും നമ്മുടെ എല്ലാ വായനകളും നമ്മുടെ വ്യക്തിനിഷ്ഠതയുടെ കൂടി അടയാളങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ഗായത്രി അധ്യക്ഷയായി. അഡ്വക്കേറ്റ് K വിജയൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം അഫീഫ നവാസ് നന്ദിയും പറഞ്ഞു. ശൂന്യതയിലേക്ക് പറന്നുപോയ ഒരമ്പ് എന്ന വിഷയത്തിൽ ബിജു നായരങ്ങാടി പ്രഭാഷണം നടത്തി. ഡോക്ടർ ഹരിയാനന്ദകുമാർ അധ്യക്ഷനായി. ആസിഫ് പൂക്കരത്തറ സ്വാഗതവും മുനീറ നാസർ നന്ദിയും പറഞ്ഞു. MTയും എടപ്പാളിലെ എഴുത്തുകാരും എന്ന വിഷയത്തിൽ വിജയൻ കോതമ്പത്ത്, TV ചന്ദ്രശേഖരൻ, ധന്യ ഉണ്ണികൃഷ്ണൻ, അഭിലാഷ് എടപ്പാൾ, അജിത് എഴുത്തച്ഛൻ, റഫീഖ് എടപ്പാൾ, രമ്യ ബാബു എന്നിവർ സംസാരിച്ചു. VV രാമകൃഷ്ണൻ അധ്യക്ഷനായി. MKM ഗഫൂർ സ്വാഗതവും KP സിന്ധു നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ MTയുടെ അനുസ്മരണം സാഹിത്യോത്സവം രൂപത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടക്കുന്നില്ല എന്ന ശക്തമായ വിമർശനമുണ്ട്. എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം MP ഷീന സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി MN ഷൈന നന്ദിയും പറഞ്ഞു. തുടർന്ന് എടപ്പാൾ സമന്വയുടെ നേതൃത്വത്തിൽ MT സിനിമകളിലെ ഗാനങ്ങളുടെ അവതരണവും നടന്നു. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽക്സിൽ പുതുപുത്തൻ കളക്ഷൻസ്
വിവാഹാഘോഷങ്ങൾ, മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. കമ്പിയിടാതെ ദന്തക്രമീകരണത്തിന് പുതിയ ചികിത്സ, അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ, ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ്, ഇംപ്ലാന്റ് ചികിത്സ, കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ. ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, എടപ്പാൾ റോഡ്, HDFC ബാങ്കിന് എതിർവശം, ചങ്ങരംകുളം. ഫോൺ 9645232232 9952292265. Sunrise Hospital. Care beyond cure.